وقوتك فلا حول ولا قوة إلا بالله العلي العظيم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ومن قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه وكما قال عليه الصلاة والسلام وعليه أزكى التسليم. الحمد لله. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നമ്മളുടെ പാപങ്ങളെല്ലാം അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലും തൃപ്തിയിലുമായി ജീവിക്കാൻ അല്ലാഹു നമ്മെല്ലാവർക്കും നല്ല തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ബഹുമാനികളെ, ഞാനും നിങ്ങളും പരിശുദ്ധമായ ഒരു മാസത്തിലാണ് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അളവറ്റ കരുണയും അള്ളാഹുവിൻ്റെ അങ്ങേയറ്റ പാപമോചനവും തൗബ സ്വീകരിക്കലും മുഅ്മിനീങ്ങളുടെ റിസ്കിൽ വർധനവൊക്കെ ഉണ്ടാകുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരും അശ്രദ്ധരാകരുത്. ശ്രദ്ധയോടെ ഓരോ നിമിഷവും കഴിഞ്ഞുകൂടണം. ഒരു നിമിഷം പോലും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ നിന്നും ഒഴിവായ അവസ്ഥ നമുക്കുണ്ടാകരുത്. അത് ഉണർച്ചയിലും ഉറക്കത്തിലും കച്ചവടത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ അള്ളാഹ് എന്നൊരു ചിന്തയിൽ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം തേടിക്കൊണ്ടും അവൻ്റെ റഹ്മത്ത് കരസ്ഥമാക്കിക്കൊണ്ടും നമ്മൾ കഴിഞ്ഞുകൂടണം. പ്രത്യേകിച്ച് റമദാനിൻ്റെ ആദ്യം അത് റഹ്മത്തിൻ്റെതാണ് എന്ന് ഹദീസിൽ കാണാം. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഷഹറുൻ അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറു ഇത്ഖും മിനൻ നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം ആണ് ഈ ദിവസങ്ങളൊക്കെ. ഒന്നാമത്തെ 10 കഴിഞ്ഞു പോവുകയാണ് അല്ലേ. ഇതിപ്പോൾ 9ാമത്തെ നോമ്പാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അശ്രദ്ധയിലായാൽ ഇതൊക്കെ നഷ്ടപ്പെട്ടവരായി മാറും. ഈ റമദാനിൻ്റെ നന്മകളിൽ ആരെങ്കിലും ഒരാൾ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ശരിയായ ഭാഗ്യം കെട്ടവൻ. നമ്മളാരും അങ്ങനെ ആകാൻ പാടില്ല. നമ്മളെല്ലാവരും ഭാഗ്യം തേടിയെടുക്കുന്ന ആൾക്കാരാണ്, വിജയം അന്വേഷിച്ചെടുക്കുന്ന ആൾക്കാരാണ്. ആരും പരാജയം ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഈ സമയങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകാൻ. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം. എന്തൊക്കെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ആലോചിച്ചൊക്കെ. റമദാൻ ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ പേരിൽ സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലും തുറന്നിടുക, നരകത്തിൻ്റെ മുഴുവൻ വാതിലും കൊട്ടിയടിച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ അമലുകൾ നമുക്കൊരു ഭാരാകാതിരിക്കാൻ. മാത്രമല്ല അല്ലാഹു തആല നമുക്ക് തന്നെ അമലുകൾ എളുപ്പാക്കി തന്നിരിക്കുക അല്ലേ. റമദാൻ അല്ലാത്ത മാസത്തിൽ ഫർദുസ്കാരം കഴിഞ്ഞ് ഓടുന്ന ആൾക്കാർ 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അവന് മടി. അവനാണ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നത്. കാരണം റമദാൻ ആയാൽ പിന്നെ അള്ളാഹു കരുണ ചെയ്ത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള മാനസികവും ശാരീരികമായ കഴിവങ്ങ് കൊടുക്കുകയാണ്. മാത്രമല്ല റമദാൻ ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയ നന്മ പോലും വലിയ പ്രതിഫലമാണ്. ഞങ്ങൾ പറയുന്നത് ആരെങ്കിലും റമദാൻ എന്തെങ്കിലും ഒരു നന്മ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കിയാൽ റമദാൻ അല്ലാത്ത മാസം ഒരു ഫർള് ചെയ്ത പ്രതിഫലം. ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഈ മാസം ആരെങ്കിലും ഒരു ഫർള് നിർവഹിച്ചാൽ മറ്റ് മാസങ്ങളിൽ 70 ഫർള് നിർവഹിച്ച പ്രതിഫല കിട്ടുന്നത്. അത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. മാത്രമല്ല അള്ളാഹു പകലിൽ നമുക്ക് നിഷിദ്ധമാക്കിയ അന്നപാനീയങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം ഒക്കെ രാത്രി അള്ളാഹു ഹലാലാക്കി തന്നിരിക്കുകയാണ്. രാത്രി നിങ്ങൾ എന്ത് വേണമെങ്കിൽ കഴിച്ചോ, എങ്ങനെ കുടിച്ചോ, ഭാര്യയിലേക്ക് ചേർന്നോ, ഒരു കുഴപ്പമില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണ്. മുൻഗാമികൾക്ക് ഇതില്ലായിരുന്നു. നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് നോമ്പെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനിടയിൽ കുറഞ്ഞ സമയം മാത്രമേ എന്തുള്ളൂ,
നോമ്പിൽ നിന്ന് ഒഴിവാകാൻ എന്തെങ്കിലുമൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യണമെങ്കിലുള്ള സമയം കുറഞ്ഞ സമയം. എന്നാൽ നമുക്ക് അള്ളാഹു തആല ഫജ്ർ വരെ, മഗ്രിബ് തൊട്ട് ഫജ്ർ വരെയുള്ള സമയം എല്ലാത്തിനും അനുവാദം നൽകി. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഈ റഹ്മത്ത്, അള്ളാഹുവിന്റെ കരുണ, അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും ചില നീക്കുപോക്കുകളൊക്കെ വേണം. അതിൽ ഒന്നാമത്തെ കാര്യം ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ഇത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ തന്നെ ഒരിക്കൽ പറയണ്ടായി, അഫ്ശു സലാം വസല്ലു വന്നാസു നിയാം വതദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കുക. ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ള വലിയൊരു അമലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ആളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ഒരു ഭാരമുള്ള കാര്യമൊന്നുമില്ല. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ എന്തായാലും ഉണ്ടാക്കി വലിച്ചെറിയുന്ന തെങ്ങുകുഴിയിലേക്ക് ഇടുന്ന ഭക്ഷണമാണ്. 4 ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രതിഫലമുള്ള കാര്യമാണ്, പാപമോചനത്തിന് കാരണമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ കാരണമാണ്. നമ്മളെല്ലാവരും പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഓതാറുണ്ട്, വയുതഇമൂന തആമ അലാ ഹബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശകൂറ. അലി റളിയല്ലാഹു തആല അൻഹും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായും തമ്മിൽ ചെയ്ത ഒരു വലിയൊരു അമൽ വളരെ രഹസ്യമായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ ചെയ്തപ്പം അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായി. അതുകൊണ്ട് ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കാർക്ക് പ്രചോദനം എന്നോണം ആ ആയത്ത് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ള അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് ബഹുമാനികളെ, ഭക്ഷണം നമ്മൾ കൊടുക്കണം. നമ്മൾ പരിപാടികളൊക്കെ പല ഫംഗ്ഷനും നമ്മുടെ വീടുകൾ നടത്തും. റമദാൻ എല്ലാത്തപ്പോഴും ഇത് പ്രതിഫലമുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന കാര്യമാണ്. കഴിപ്പിക്കലാണെങ്കിലും കുടിപ്പിക്കലാണെങ്കിലും ഒക്കെ ശരി. നമ്മൾ കേട്ടതല്ലേ, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു പെണ്ണ്, മോശമായ പെണ്ണ്, ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗാവകാശിയായി. കാരണം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടം, അള്ളാഹിന്റെ കരുണ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല, ഇത് ഭക്ഷിപ്പിക്കുക, ആരെ ഭക്ഷിപ്പിക്കുക, അതിന് ഏറ്റവും അർഹരായ ആളല്ലേ. ഇപ്പം പ്രായമുള്ള ആളുകൾ വീട്ടിലുണ്ട്, നോമ്പ് വെക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഒരു മുദ്ദ് പാവപ്പെട്ടവന് കൊടുക്കണം. ആർക്കും കൊണ്ട് കൊടുത്താൽ മതി, പാവപ്പെട്ടവന് കൊണ്ട് കൊടുക്കണം. അതേപോലെ ബഹുമാനികൾ, നമ്മുടെ സക്കാത്ത്, നമ്മൾക്കൊക്കെ സമ്പത്തുണ്ടെങ്കിൽ ഒരു അളവെത്തിയാൽ അത് അർഹപ്പെട്ടവർക്ക് കൊടുക്കണം. ആർക്കോ കൊടുക്കേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചാൽ കൊടുക്കേണ്ടത്? പൈസ ഉള്ളവനും ചങ്ങായിമാർക്കാണ് കൊടുക്കേണ്ടത്? അല്ല, പാവപ്പെട്ടവന് കൊടുക്കണം, അതിന് അർഹപ്പെട്ടവന് കൊടുക്കണം. അപ്പോഴേ നമ്മൾ സക്കാത്തിന്റെ ഹക്ക് വീടുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഓരോ കാര്യങ്ങളും രാവിലെ ആരെങ്കിലും ഒരാള് ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെട്ടു റമദാനിൽ, അവന് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്താ പറയുന്നത്? അവൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. അതേപോലെ സത്യം ചെയ്തു, എന്നിട്ട് സത്യം ലംഘിച്ചു, എന്നാൽ അവന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കരുണ കിട്ടാൻ, ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം, ഇതൊക്കെയാണ്. പക്ഷെ അതെന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കും. അത് 4 ആളെ അറിയിക്കാൻ വേണ്ടിയാകാൻ പാടില്ല. 4 ആളെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ബാനറൊക്കെ കെട്ടി അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ വസിപ്പിച്ചത്. അപ്പൊ അതാരും അറിയാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ ഇഫ്താറും മറ്റൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നടക്കട്ടെ. പക്ഷെ അതിന് കൊടുക്കുന്ന ആളുകൾ ആരും അറിയാതെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ഇഖ്ലാസിനെതിരൊന്നുമല്ല, അല്ലെ? ഓരോ പള്ളിയിലും ഇഫ്താറിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഇവിടെ ആർക്കാ ചുമതല? അസാദ് ആരിഫിന്. അപ്പൊ ആരിഫിനെ ഏൽപ്പിച്ചാൽ മതി, അത് ഇഖ്ലാസിനെതിരല്ല. പക്ഷേ മറ്റുള്ളവരോടൊക്കെ പോയി പറഞ്ഞു കൊടുക്കുക, ഞാനാണെന്ന് അവിടെ തുറപ്പിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ആടറുത്തു, ഞാൻ ഒട്ടകറുത്തു, ഞാൻ അറുത്തു എന്നും പറഞ്ഞെടുക്കുക, അത് തെറ്റാണ്. ആരോടും പറയാൻ പാടില്ല. നമ്മൾ ചെലവഴിച്ചത് നമ്മളും റബ്ബും മാത്രമേ അറിയാവൂ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഭക്ഷണം ഭക്ഷിപ്പിക്കുക. രണ്ടാമത്, അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കാനുള്ള വഴി കുടുംബബന്ധം ചേർക്കുക. കുടുംബക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തെറ്റും കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം തീർത്തത് അമ്പിയാക്കൾ മാത്രമേ ഉള്ളൂ, അവർക്ക് തെറ്റും കുറ്റമൊന്നുമില്ല. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യന്മാരും കുറ്റങ്ങൾ കുറവുകളുള്ളവരാണ്.
അതുകൊണ്ട് തന്നെ പകയും വിദ്വേഷം വെച്ച് നടക്കരുത്. എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറും. എല്ലാവരെ കണ്ടാലും സലാം പറയാം, എല്ലാവരെ കണ്ടാലും മുസാഫ ചെയ്യാം, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറും. പ്രത്യേകിച്ച് സിലത്തു റഹം, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര് വർഷങ്ങളോളം പിണങ്ങി നടക്കുന്ന ആൾക്കാർ ഒരിക്കലും പാടില്ല. കുടുംബബന്ധം ചേർക്കാത്തവരെ മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിട്ട് അള്ളാഹു പറയുന്നു, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൻ. അള്ളാഹു ചേർക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യത്തെ മുറിച്ചു കളയുന്നവരാണ് മുനാഫിഖീങ്ങൾ. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല, നമ്മൾ മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് കുടുംബബന്ധം ഓങ്ങോട്ട് വന്നാലേ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ, ഓങ്ങോട്ട് തന്നാലേ ഞാൻ അങ്ങോട്ട് കൊടുക്കുള്ളൂ, ഓങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചാലേ ഞാൻ അങ്ങോട്ട് വിളിക്കുള്ളൂ, അങ്ങനെയല്ല. ഓങ്ങോട്ട് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞാൻ അങ്ങോട്ട് പോകും. അവനെനിക്ക് തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി ഞാൻ അവന് കൊടുക്കും. അവനെന്നെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിലും ഞാൻ അവനെ വിളിക്കും എന്ന നിലപാടിലായിരിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ഈ സില്ലി ആയിട്ട് എടുക്കുക എല്ലാ കാര്യവും. അല്ലെ ഒരാളെന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ മൈൻഡാക്കിയില്ല നമ്മളെ, അല്ലെങ്കിൽ അങ്ങനത്തെ ആ വലിയ ഗൗരവത്തിലെടുത്ത് വലിയ സംഭവമാക്കി കൊണ്ടിറക്കുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത്. അതൊന്നും മൈൻഡാക്കാതെ വെക്കുക, ആളുകളെ അങ്ങനത്തെ ഒന്നും നമ്മൾ കാര്യത്തിലെടുക്കാതെ. ചില ആൾക്കാർ ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചെറിയ കാര്യങ്ങൾ ആൾക്കാർ പല അവസ്ഥയിലല്ലേ ഉള്ളത്, പല മാനസികമായ സംഘർഷത്തിൽ നടക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് അവര് നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കണ്ണ് നമ്മളെ കണ്ടിട്ടുണ്ടാവും, ഹൃദയം കണ്ടിട്ടുണ്ടാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരു പരാതി വന്നു. എന്താണ് പരാതി? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, അലി റളിയല്ലാഹു അൻഹു ഓർമ്മയില്ല, ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞിട്ട് മടക്കിയിലാണ്. മടക്കി ഒരാൾക്ക് സലാം എന്ന് മടക്കിയില്ല. അവസാനം അബൂബക്കർ രണ്ടാളും കുളിപ്പിച്ച് ചോദിച്ചു, എന്റെ നിന്റെ സഹോദരന്റെ സലാം മടക്കാതിരുന്നത്? അവൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. കാരണം നെല്ലങ്ങളുടെ വഫാത്തിന്റെ ചിന്തയിൽ ഇരിക്കാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കുടുംബമായിട്ട് മാത്രമല്ല, റമദാനിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ മലക്കുകൾ വന്ന് നിന്നും ഇരുന്നും കടന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകളെ മുസാഫ ചെയ്യും. അന്ന് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും. പക്ഷെ 4 കൂട്ടർക്ക് ഒഴികെന്നവൻ അതിൽ ഒരു കൂട്ടരാരാണ്? കുടുംബബന്ധം മുറിച്ചവരാണ്. കുടുംബബന്ധം മുറിച്ചവർക്ക് ഒരു പാപമോചനമില്ല, ഒരു റഹ്മത്തുമില്ല. റമദാൻ അവർക്ക് ഒരു ഉപകാരമില്ല. അവന്റെ റമദാൻ നോമ്പ് വെറും പട്ടിണി അടക്കലാണ്, അവന്റെ നൃത്തം വെറും നിർത്താണ്, സമയം കളയലാണ്, ഒരു പ്രതിഫലമില്ല. അതുകൊണ്ട് ബഹുമാനികളെ, അള്ളാഹുവിന്റെ അടുക്കൽ നഷ്ടം വരുത്താൻ എന്തിനാണ് നമ്മൾ വാശി പിടിച്ചിറക്കുന്നത്? അതുകൊണ്ട് ഏതെങ്കിലും കുടുംബക്കാരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചിലപ്പോൾ നമ്മൾ പോയി സലാം പറയുമ്പോൾ ചിലപ്പോൾ നമ്മളോട് മുഖം തിരിച്ചേക്കാം. പക്ഷെ നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക, മാന്യമായ രീതിയിൽ പോയി കണ്ട് കൈപിടിച്ച് സലാം പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് അതങ്ങ് തീർക്കാൻ വിഷയം. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ രണ്ടാമത്തെ വഴിയാണ്. മൂന്നാമത്തെ വഴി അധികമായി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുക. റമദാനിൽ പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ ഖസ്ലതാൻ തുർദൂന ബിഹിമാ റബ്ബക്കും വഖസ്ലതാൻ ലാ ഗിനാ ബിക്കും അൻഹുമാ ഫഅമ്മൽ ഖസ്ലതാൻ ലതാൻ തുർദൂന ബിഹിമാ റബ്ബക്കും ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു. ഈ റമദാനിൽ നിങ്ങൾ 4 കാര്യം വർദ്ധിപ്പിക്കണം. അത് 2 കാര്യം നിങ്ങളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതും 2 കാര്യം നിങ്ങൾക്ക് അത്യാവശ്യമായതുമാണ്. റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യം ഒന്ന് കലിമത്ത് ഷഹാദ ചെല്ലലാണ്. രണ്ടാമത്തെ നിങ്ങൾ അവനോട് പാപമോചനം തേടലാണ്. ഇത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്, അറിഞ്ഞോ അറിയാതെയോ. എന്നാൽ ആ തെറ്റിനെ ന്യായീകരിക്കാതെ അള്ളാഹുവിന്റെ മുന്നിൽ സമ്മതിച്ചു കൊടുത്തിട്ട് ചെയ്തു പോയി പഠിച്ചവനെ മാപ്പാക്കി തന്നെ എന്ന് അള്ളാഹുവിനോട് എടുത്ത് പറയുന്ന ആ പറച്ചിൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ കാരണമായിരിക്കും. കാരുണ്യം കിട്ടാൻ നമ്മൾ കേട്ടതാണ്, ബനൂ ഇസ്രായേൽ 100 ആളെ കൊന്നൊരു മനുഷ്യൻ അവൻ തൗബ ചെയ്യാൻ തയ്യാറായപ്പോൾ ആ തൗബയുടെ വഴി അവൻ സ്വീകരിച്ചപ്പം അള്ളാഹു അവന് തൃപ്തിപ്പെട്ട അള്ളാഹുവിന്റെ കാരുണ്യം അവനുണ്ടായി. ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുത്തു, ആ മനുഷ്യന് പുറത്തു കൊടുത്തു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, പക്ഷെ ആർക്കും അറിയില്ല തെറ്റുകാരനാണെന്ന്. ബനൂ ഇസ്രായേലിന് വെള്ളം മഴയില്ലാതെ പ്രയാസപ്പെട്ടപ്പം മൂസാ നബിയോട് അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, മൂസാ നീ റബ്ബിനോട് ദുആ ചെയ്യണം മഴയ്ക്ക് വേണ്ടി. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പൊ അള്ളാഹുവിനെ മൂസ ബനൂ ഇസ്രായേലിനെ കൊണ്ട് ഇന്ന മലഞ്ചെരുവിൽ നീ പോയി അവിടെ വെച്ച് ദുആ ചെയ്താൽ ഞാൻ ദുആ സ്വീകരിക്കും.
അങ്ങനെ മൂസാ നബി അവരെല്ലാം കൂട്ടിപ്പോയി ആ മലഞ്ചേരിയിൽ പോയി അവിടെ വെച്ച് ദുആ ചെയ്തു. പക്ഷെ മഴ വരുന്നില്ല. ബനൂ ഇസ്രായേലിന്റെ പ്രത്യേക സ്വഭാവം, അവരടകാൻ തുടങ്ങി. അവസാനം മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ് നീ ഇവിടെ വന്ന് ദുആ ചെയ്താൽ മഴ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബനൂ ഇസ്രായേൽ എല്ലാവരും കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നീ മഴ തന്നില്ലെങ്കിൽ ബനൂ ഇസ്രായേൽ സ്വഭാവം നിങ്ങൾക്ക് അറിയാം. അള്ളാഹു പറഞ്ഞ, മൂസ, ഈ കൂട്ടത്തിൽ ഒരു പാപിയുണ്ട്, എന്നെ വല്ലാതെ ഉറപ്പിച്ചവൻ, അവൻ ഇവന്ന് ഒഴിവായി പോയാലേ ഞാൻ ദുആ സ്വീകരിക്കുള്ളൂ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എഴുതാൻ ചെയ്തു, ഉറക്കെ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരു പാപിയുണ്ട്, അവൻ പോയാലേ അള്ളാഹ് മഴ തരുള്ളൂ, അതുകൊണ്ട് അവൻ പോണം. പക്ഷെ ആരും പോണില്ല. മൂസാ നബി പറഞ്ഞുകൊണ്ടേയിരുന്നു, ഭയങ്കര ദേഷ്യക്കാരനാ മൂസാ നബി. പക്ഷെ ആരും പോണില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ മഴ അങ്ങ് പെയ്യും ചെയ്തു. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹ് നീയല്ലേ പറഞ്ഞൊരു പാപി തരുന്നുണ്ട്, അവൻ പോയാലേ തരുള്ളൂ, ആരും പോയില്ലല്ലോ. അപ്പൊ അള്ളാഹു പറയും, മൂസ, ഏതൊരാളുടെ പേരിലാണ് ഞാൻ മഴ പറഞ്ഞു വെച്ചത്, ആ ആളുടെ പേരിലാണ് ഇപ്പൊ ഞാൻ മഴ തന്നത് എന്ന് പറയും. എന്നിട്ട് പറഞ്ഞു, നീ അങ്ങനെ പറയുമ്പോ ആ മനുഷ്യൻ ആകെ ബേജാറായി. അവന്റെ ശരീരത്തിലെ മുണ്ട് തലയിലൂടെ ഇട്ട് ആരും കാണാത്ത രീതിയിൽ ഇരുന്ന് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ അവൻ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ മഴ തന്നത്. അല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തപ്പം ആരും കാണാതെ തെറ്റ് ചെയ്തപ്പോൾ നീ അത് മറച്ചു വെച്ചു. ഇപ്പൊ ഇത്രയും ആൾക്കാരെ മുന്നിൽ ഞാൻ എണീറ്റ് പോയാൽ ഞാൻ ആളുകളുടെ ഇടയിൽ വഷളായി പോകും. അതുകൊണ്ട് എന്റെ പേരിൽ നീ മഴ തടഞ്ഞു വെക്കരുത് എന്ന് പറഞ്ഞവന് തൗബ ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് ഞാൻ മഴ. ഇതാണ് അള്ളാഹു. ഇത്രയും കാരുണ്യവാനായ അള്ളാഹു മുന്നിലുണ്ട്. എത്ര വലിയ തെറ്റ് ചെയ്താലും ബഹുമാനികളെ, അങ്ങനെ തൗബ സ്വീകരിക്കുന്ന രീതിയിൽ നമ്മൾ ഇസ്തിഗ്ഫാർ തൗബ ചെയ്താൽ നമ്മളുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതോടുകൂടി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ അർഹരായി. അതുകൊണ്ട് നമ്മൾ അധികമായി ഇസ്തിഗ്ഫാർ തൗബ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അത്താഴത്തിനൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പോ കുറച്ച് സമയം 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹ് പറയാ. കാരണം ആ സമയം മുഅ്മിനീങ്ങളെ പറ്റി പറയാ, ആ അത്താഴത്തിന്റെ സമയം, എല്ലാവരും കടന്നുറങ്ങുന്ന സമയം, ആ സമയം അവർ എന്നോട് പാപമോചനം തേടുന്നവരാണ് എന്ന് മുഅ്മിനീങ്ങളെ പറ്റി അള്ളാഹു പറഞ്ഞതാണ്. ആ സമയം പ്രത്യേകിച്ച് പാപമോചനം തേടും. പിന്നെ അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയം, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു അരമണിക്കൂറിന്റെ ഇടയിൽ നമ്മൾ തൗബ ഇസ്തിഗ്ഫാർ ദുആ കൊണ്ട് നമ്മുടെ സമയം ചെലവഴിക്കണം. ആ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞും കളിച്ചും അങ്ങാടിയിലിരുന്നും സറ പറഞ്ഞും മൊബൈൽ നോക്കി നമ്മളെന്താക്കരുത്, നമ്മളെ സമയം നഷ്ടപ്പെടുത്തരുത്. മൂന്നാമത് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള വഴിയാണ് ഇസ്തിഗ്ഫാർ തൗബ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. 4ാമത്തെ വഴി ഖുർആൻ അധികമായി ഓതുകയും അതേപോലെ ആ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുകയും, തദാറസ്, അതിന് ദർസ് എടുക്കുക, അത് പഠിപ്പിക്കുക. ഇത് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള വഴിയാണ്. ഹദീസിൽ വരുന്നത് കാണാൻ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം പഠിക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അവൻ പോകുന്ന വഴികളിലുള്ള മുഴുവൻ വസ്തുക്കളും അവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം ഇത് വലിയൊരു അമലാണ്. ഖുർആൻ ഓതുക മാത്രമല്ല, അത് പഠിക്കണം. നമുക്കൊക്കെ എന്താ അറിയാം ഖുർആനെ പറ്റി? ഖുർആൻ ഓതുന്നുണ്ടാവും, നമ്മളെ കയ്യിൽ ഉള്ളിൽ എന്തൊക്കെയാണ് അള്ളാഹുവിനോട് പറയുന്നത് എന്ന് നമുക്ക് ആർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ബഹുമാനികളെ, എല്ലാ ദിവസവും ദുഹറിന് ശേഷം അരമണിക്കൂർ, അതിൽ 1 മിനിറ്റ് കൂടൂല, അരമണിക്കൂർ നമ്മൾ ഈ പള്ളിയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ഒരു അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് റമദാൻ ആയിക്കഴിഞ്ഞാൽ എല്ലാ പള്ളിയിലും ഈ ഇങ്ങനെയുള്ള ഖുർആനിന്റെ സദസ്സുകൾ വെക്കുന്നത്. ദീനിയായ നസീഹത്തുകൾ എല്ലാ പള്ളിയിലും ഏതെങ്കിലുമൊക്കെ ഒരു വക്തിൽ 1 or 2 വക്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ട്. നമ്മളിവിടെ സുബഹിക്ക് ശേഷം തഅലീം വായിക്കുന്നുണ്ട്. അതേപോലെ ളുഹറിന് ശേഷം ഖുർആന്റെ ക്ലാസ് ഉണ്ട്. അസറിന് ശേഷവും തഅലീം വായനയുണ്ട്. തറാവീക്ക് ശേഷം നസീഹത്തുണ്ട്. ഇതെല്ലാം ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മളെല്ലാവരും അതിലെല്ലാം പങ്കെടുക്കാൻ പരിശ്രമിക്കുക. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള വഴിയാണ്. നാളെ ഈ റഹ്മത്തിന്റെ 10 തീരുകയാണ്. റഹ്മത്തിന്റെ 10, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ പാപമോചനം വളരെ എളുപ്പമാണ്. അടുത്ത 10 അതാണ്.
അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഖുർആൻ ഓതുക, സമാധാനപരമായി ഖുർആൻ ശരീഫ് ഖത്തം തീർക്കണം. എല്ലാവരും ഖത്തം തീർക്കണം. 3 ദിവസത്തിൽ ഒരു ഖത്തം, അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരു ഖത്തം, അല്ലെങ്കിൽ റമദാൻ മൊത്തത്തിലായിട്ട് ഒരു ഖത്തെങ്കിലും തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു എല്ലാവർക്കും നല്ല തൗഫീഖ് നസീബാക്കട്ടെ. കാരണം ഖുർആൻ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പം അവര് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? അതാണ് നബി തങ്ങളുടെ ജീവിതം, അതാണ് നബി തങ്ങളുടെ സ്വഭാവം. അപ്പൊ നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും ഖുർആനാണ്. അതാകണമെങ്കിൽ എന്ത് വേണം? അതുമായി നമുക്കൊരു ബന്ധം വേണം. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ആ ഖുർആൻ നമുക്കെതിരായിട്ട് സാക്ഷി നിൽക്കും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖുർആനെ യഥാവിധി മനസ്സിലാക്കാനും അതിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ നല്ല തൗഫീഖ് നസീബാക്കട്ടെ. 5ാമത്തെ കാര്യം, നന്മയായ കാര്യങ്ങളിൽ ഭയങ്കര ധൃതി കാണിക്കുക. നാളത്തേക്ക് അവർ വെക്കരുത്. ഒരു കാര്യം, ഒരു നന്മ ഇപ്പൊ ചെയ്യാനുള്ള നന്മ ഇപ്പൊ തന്നെ ചെയ്ത് തീർത്തേക്കണം. നാളത്തേക്ക് അല്ല, അടുത്ത സമയത്തേക്ക് എന്ന് പറയുക. സഹാബാക്കൾ ഓരോരുത്തരും ഓരോ നന്മയും അപ്പപ്പ ചെയ്യുകയും. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ മദീനക്കാർക്ക് വെള്ളത്തിന് വലിയ പ്രയാസമായി. വലിയ പൈസ കൊടുത്തിട്ട് ഒരു യഹൂദിയുടെ കിണറ്റിൽ പോയിട്ട് വെള്ളം വാങ്ങേണ്ടി വന്നു. അങ്ങനെ ഈ ആളുകൾ മൊത്തത്തിൽ മദീനക്കാർ മുഴുവൻ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ പറഞ്ഞു, ആ യഹൂദിയുടെ കിണർ ആര് വാങ്ങും അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നബി തങ്ങളുടെ സദസ്സിന് നടന്നുകൊണ്ടിരിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി. അവിടെ പോയി ആ യഹൂദിയോട് വില ചോദിച്ചു, വില പറഞ്ഞു. ആ വില കൊടുത്തു വാങ്ങിയപ്പം യഹൂദി പറയാ, ഉസ്മാൻ, നീ ഒന്ന് പേശിയിരുന്നെങ്കിൽ ഞാൻ വില കുറച്ചു തരുമായിരുന്നല്ലോ. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ വില പറഞ്ഞിരുന്നെങ്കിൽ അത് തന്നെ ഞാൻ വാങ്ങുമായിരുന്നു. കാരണം സ്വർഗം കിട്ടുന്ന കാര്യം, സ്വർഗം കിട്ടുന്ന കാര്യം. അതുകൊണ്ട് നന്മയിൽ ഒന്നും അവർ ബേക്കോട്ട് വെച്ചില്ല. അവർ നന്മയിൽ ഭയങ്കര ധൃതി കാണിക്കുകയും തനാഫുസ്, ഭയങ്കര മത്സരമായിരുന്നു ഉണ്ടായിരുന്നു. നമുക്കും ആ നന്മയിൽ നമ്മൾ മത്സരിക്കണം. നമ്മളിന്ന് ദുനിയാവിന്റെ എന്തെല്ലാം കാര്യത്തിലാണ് നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് മത്സരമാണ്. നമ്മുടെ ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ മത്സരം എവിടെയാണ്? അതുകൊണ്ട് ബഹുമാനികളെ, നന്മയായ ഒരു കാര്യവും പിന്നത്തേക്ക് പിന്തിച്ചു വെക്കാതെ അതിൻ്റെതായ സമയത്തിൽ അതെല്ലാം നമ്മൾ ഓരോരുത്തർ ചെയ്യണം. അതിൽ നമ്മൾ വാശി കാണിക്കണം, അതിൽ നമ്മൾ ധൃതി കാണിക്കണം, അതിൽ നമുക്ക് ഒരു മാത്സര്യ ബുദ്ധി ഉണ്ടാകണം. ഒരു നന്മ പോലും റമദാൻ എനിക്ക് നഷ്ടപ്പെടരുത് എന്ന ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറുകളിൽ മുന്നേറാൻ നല്ല തൗഫീഖ് നസീബാക്കുമാറാണ്. അതുകൊണ്ട് ബഹുമാനികളെ, ഇനിയിപ്പോ ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചിന്ത വരും, അതായത് ഇതുവരെ പോയല്ലോ, ഇനിയിപ്പം അടുത്ത റമദാൻ നോക്കാം. അടുത്ത റമദാൻ വരെ ഉണ്ടാവാൻ നമുക്ക് ആർക്കും ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് പോയത് പോയി, ഈ കിട്ടുന്നിടത്തോളം കിട്ടട്ടെ എന്നുള്ള എന്താക്കണം, നമ്മള് പരിശ്രമിക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.